ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ബ്യൂട്ടിഫുൾ ബ്രിട്ടീഷ് കൊളംബിയയിലേക്കൊരു യാത്ര പോയാലോ? ടൊറൻറ്റോയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഏകദേശം 5 മണിക്കൂറിൻ്റെ മേളിലുണ്ട്. പക്ഷേ ഈ കാണുന്ന വ്യൂ കാൽഗരി കഴിയുമ്പോഴാണ് കേട്ടോ. കാൽഗരി കഴിയുമ്പോൾ നമ്മൾ മൊത്തം ഈ ബ്യൂട്ടിഫുൾ റോക്കീസിൻ്റെ മുകളിൽ കൂടെയാണ് യാത്ര. ഇതൊരു ഷോർട്ട് ട്രിപ്പ് ആയതുകൊണ്ട് ഒട്ടും സമയം കളയണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ ലാൻഡ് ചെയ്ത് നേരെ കസിൻ്റെ വീട്ടിൽ പോയി ഫ്രഷപ്പായി ലഞ്ചും കഴിച്ച് കറങ്ങാനായിട്ട് ഇറങ്ങി. അപ്പം നമ്മൾ ഈ മഞ്ഞുമല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ചില്ലി വാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ ചില്ലി വാഗിലെ ഹാരിസൺ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ കുറച്ച് ബ്യൂട്ടിഫുൾ കാഴ്ചകൾ നമുക്ക് കണ്ടാലോ? ഇത് ബേസിക്കലി ഒരു റിസോർട്ട് ഡെസ്റ്റിനേഷനാണ്. പിന്നെ പേര് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ഹോട്ട് സ്പ്രിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഗൈസ്. ഈ കാണുന്ന മലകളും പ്രകൃതി ഭംഗിയെല്ലാം ചേർന്ന് നല്ലൊരു റിലാക്സിങ് സ്പോട്ടാണ്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഭംഗിയാണ്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ക്ലിയർ ബ്ലൂവും അടുത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഓൾ ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബീച്ചും ഉണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് പലതരം ബോട്ടിങ്ങും വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യാൻ സമ്മറിൽ നമുക്ക് സാധിക്കുന്നതാണ്. ഇവിടുത്തെ ഈ ബോട്ടിങ്ങും ഈ ഫുൾ ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ വേണ്ടി സമ്മറിൽ ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. ഈ സ്ഥലം എനിവേസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഗൈസ്. അങ്ങനെ ഈ സ്ഥലം ഫുൾ ആസ്വദിച്ച് നമ്മൾ നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. BC ആണല്ലോ, അപ്പോൾ പ്രകൃതി ഭംഗിക്ക് ക്ഷാമമില്ലല്ലോ. അപ്പോൾ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നമുക്ക് നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. പോകുന്ന വഴി ഗൂഗിൾ നമ്മളെ കൊണ്ടുപോയ ഒരു വഴിയുടെ പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കാണുന്ന റോഡിന്റെ പേരാണ് സീറോ അവന്യൂ. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ റൈറ്റ് സൈഡ് കാനഡയും ലെഫ്റ്റ് സൈഡ് USA-യുമാണ്. അപ്പൊ 2 രാജ്യങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കൗതുകം നിറഞ്ഞ റോഡാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ വൈകുന്നേരമായപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ വൈറ്റ് റോക്ക് പിയറിൽ എത്തി. ഇവിടെ എവിടെ നോക്കിയാലും ഫോട്ടോജനിക് ഫ്രെയിംസ് ആണ് ഗൈസ്. അപ്പം നമ്മൾ വൈറ്റ് റോക്ക് പിയറിലേക്ക് നടക്കുന്ന വഴിയാണ് നമ്മുടെ കണ്ണിലെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം പെട്ടത്. ഇതൊരു ഐസ്ക്രീമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്ര പ്രത്യേകത എന്ന്. ഇത് ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവരിങ്ങനെ ഇത് ചെയ്ത് റോൾ ചെയ്താണ് ഈ ഐസ്ക്രീം നമ്മുടെ കയ്യിലേക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് തായ് റോൾ ഐസ്ക്രീം എന്നാണ്.
ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് വൈറ്റ് ഷോപ്പ് BCയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈവനിങ് കാഴ്ചകൾ കണ്ടു തുടങ്ങാം. അതിന് മുമ്പ് നമുക്ക് വാൾനട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈവനിങ് ടൈമാണ് ഇവിടെ വരാനുള്ള പെർഫെക്റ്റ് ടൈം. കാരണം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ഇത് മനസ്സിലാവും എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഇപ്പം ഈ സമയത്ത് ഇവിടെ. വൈറ്റ് റോക്ക് പിയർ എന്ന് പറയുന്നത് കാനഡയിലെ ലോങ്ങസ്റ്റ് പിയർ എന്ന് അവകാശപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ ഇവിടെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്നതാണ്. നമ്മളിങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയപ്പോഴാണ് വെള്ളത്തിലൊരു അനക്കം കണ്ടത്. അപ്പം ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഗൈസ്, അതൊരു സീലാണ്. ഇവിടുത്തെ വീടുകൾ മിക്കതും എയർബിഎൻബിയും കോട്ടേജുകളും ആണെങ്കിലും നിങ്ങൾക്ക് പക്ഷേ ഇത് കാണുമ്പോൾ മനസ്സിലാവും വീടുകളെല്ലാം വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക സ്റ്റെപ്പ് പാറ്റേണിലാണ്. സോ ഗൈസ്, നമ്മൾ വൈറ്റ് റോക്കിന്റെ പിയറിൽ കൂടെ നടക്കുകയാണ്. നല്ലൊരു ഈവനിങ്ങാണ്, അടിപൊളി വ്യൂ ആണ്. അപ്പൊ ഇതെല്ലാം ഇത് കണ്ട് ആസ്വദിച്ച് ഇതൊരു ബീച്ച് ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ബേർഡ്സിനെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ആൾക്കാർ ഫിഷിങ് ചെയ്യുന്നത് കാണാൻ സാധിച്ചു. പക്ഷേ ആളുകൾ ഫിഷിങ് മാത്രമല്ല ക്രാബിനെ പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. വേറൊരു സൈഡ് തിരിയുമ്പോൾ നമുക്ക് കുറേ സ്റ്റാർ ഫിഷ് കാണാൻ സാധിക്കും. ആ സൈഡിൽ നിന്ന് മൊത്തം സ്റ്റാർ ഫിഷിനെ സ്പോട്ട് ചെയ്യുന്ന ഏരിയയാണ്. വൈറ്റ് റോക്ക് പിയറിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് തന്നെ ഒരു റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പിയറിൽ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. രാത്രി ആവും തോറും സ്ഥലത്തിന്റെ വൈബ് കൂടി വരുമായിരുന്നു ഗൈസ്. ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമ്മൾ ഡേ 1 അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് വേറൊരു അടിപൊളി സ്ഥലമായിട്ട് ഇനി നാളെ കാണാം. ബൈ.